ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നലെ മാവാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന അപ്പവും ഉണ്ടാക്കി ഞങ്ങൾ രാവിലെ അപ്പവും മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചു. അതിനുശേഷം പെട്ടെന്നൊരു 10:45 കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സദ്യ ഉണ്ടാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ചേട്ടൻ ഓട്ടം പോകണം. ചേട്ടനൊരു വീട് പാല് കാച്ചിൻ്റെ ഒരു ഓട്ടം ഉണ്ട്. അങ്ങനെ ചേട്ടൻ ആ വീടിൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി ചേട്ടൻ വീട്ടിൽ നിന്ന് പോയി. ഇപ്പോൾ ഞാനും എൻ്റെ 2 മക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ഇട്ടിട്ട് സാമ്പാറിനരിഞ്ഞ് ഞാൻ അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു കുക്കറിൽ. പിന്നെ ഇത് അവിയലിനും ഒരു കായും മത്തനും കൂടെ ഇട്ടൊരു തോരനും ഒരു പച്ചടിയും ഒരു മാങ്ങ അച്ചാറും പുളിയിഞ്ചി വെക്കാനാണ് വിചാരിക്കണത്. പിന്നെ പായസം വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പായസത്തിന് സാധനമൊക്കെ മോൻ പോയി വാങ്ങിച്ചുകൊണ്ടൊക്കെ തന്നെനിക്ക്. അപ്പോൾ ഞാനൊരു സേമിയ പായസവും നമ്മുടെ ചെറുപയറുണ്ടല്ലേ, പരിപ്പ് വെച്ചുള്ള ഒരു പായസം ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. ഇതെല്ലാം പെട്ടെന്നെടുത്ത തീരുമാനമാണ് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഒരു 10:45 വരെ അതിൻ്റെ ഒരു തീരുമാനത്തിലൊന്നും വന്നില്ല. അതിന് ശേഷം തുടങ്ങിയതാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ. അപ്പോൾ മോൻ പറഞ്ഞു തേങ്ങ പൊട്ടിച്ച് തന്നു കഴിഞ്ഞാൽ തിരികെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിക്കണ നേരത്തെ തന്നെ ഞാൻ അവിയലിനും എല്ലാം അടുപ്പിലാക്കി നമ്മുടെ പച്ചടിക്കുള്ളതും ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെന്ത് വരട്ടെ അവിടെ ഇരുന്നു. അപ്പോൾ ആ നേരം കൊണ്ട് മോനെ എനിക്ക് തേങ്ങയൊക്കെ തിരുവി തന്നു. അപ്പോൾ ഞാൻ തിരുകുന്നതിനനുസരിച്ച് എന്നെ പോയി ഞാൻ നമ്മുടെ അവിയലിനുള്ള തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിൽ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഞാൻ നമ്മളുടെ മലക്കറി അവിയലിനുള്ളത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഗോൾഡ് വിന്നറിൻ്റെ എണ്ണ കുപ്പിയിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളുടെ മോൻ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ രാവിലെ. അപ്പോൾ എണ്ണ ഒന്ന് കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇതെവിടെ വയ്ക്കും എന്നിങ്ങനെ നോക്കി നിന്നിട്ടാണ് പെട്ടെന്ന് വിചാരിച്ചത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ പുറകിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഒന്ന് ഞാൻ ചാരി ഒന്ന് വെച്ച് കേട്ടോ. ആ കവറിലുള്ള എണ്ണ അത്രയും നമ്മുടെ കുപ്പിയിലേക്കിട്ടൊന്ന് വീഴട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മളുടെ വാഴയ്ക്കയും മത്തനും കൂടെ നീളത്തിനരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ വെത്തിന് വേണ്ടി. വേറെ ക്യാരറ്റോ കാബേജോ ബീട്രൂട്ടോ ഒന്നും ഇന്ന് രാവിലെ പോയപ്പോൾ കിട്ടിയില്ല കേട്ടോ, കടയിൽ മോൻ പോയപ്പോൾ. അപ്പോൾ ഞാനതവിടെ കഴുകിയൊന്ന് വെച്ചതിന് ശേഷം നമ്മുടെ അവിയലിനുള്ള അരപ്പ് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ കൂടെ അരച്ചുകൊണ്ട് നമ്മുടെ അവിയലിൽ ചേർത്ത് കൊടുത്ത് കേട്ടോ. അപ്പോൾ ഈ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ സദ്യക്ക് കഴിക്കൂലേ, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ സദ്യക്ക് കഴിക്കണ ആ അവിയലിൽ നമ്മുടെ പാചകക്കാർ നെയ്യ് ഒഴിക്കും. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളുടെ അവിയലിന് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്താണ് നമ്മൾ ഈ അവിയൽ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ടൊന്ന് നമ്മളുടെ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ പച്ചമുളകിൻ്റെയൊക്കെ അതൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇനി ഉപ്പുണ്ടോയെന്ന് നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാൻ വെച്ചിരുന്നത് വേവാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കണക്കായിരുന്നു, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് നെയ്യുടെ കുറവുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടെ ഇളക്കിയിട്ട് നെയ്യ് ഒഴിച്ച് നമ്മളുടെ അവിയൽ മാറ്റി വയ്ക്കും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ കൂട്ടുകാരെ, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കല്യാണത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന സദ്യക്ക് കഴിക്കുന്ന അവിയലിൻ്റെ അതേ ടേസ്റ്റും മണമാണ് നമുക്ക് കിട്ടണത്. അങ്ങനെ അവിയൽ റെഡിയായി. അവിയലൊരിടത്തോട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് അടുപ്പിൻ്റെ അവിടെയൊക്കെ വയ്ക്കാൻ സൗകര്യം കുറവുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ നമ്മളുടെ തുണി തയ്ക്കണ മെഷീൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതാണ് എടുത്ത് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് ഞാൻ വെച്ച് കൊടുത്ത് ഇനി നമ്മളുടെ തോരത്തിനുള്ളത് ആക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മാങ്ങ അച്ചാറിനുള്ളത് റെഡിയാക്കി അരപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ മാങ്ങ അച്ചാറിനും നമ്മുടെ തോരത്തിനും കൂടെ ചേർത്താണ് കടുക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ വെള്ളരിക്ക വെന്തില്ല, ഞാൻ വെള്ളരിക്ക ചെറു തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പച്ചടിക്കുള്ളത്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിയപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മളുടെ പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് മാങ്ങ ആണ് കേട്ടോ, മാങ്ങ അച്ചാറാണ് ചെയ്യണത്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് കടുക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് അവിടെ ഒന്ന് മാറ്റി വയ്ക്കും. എന്നിട്ട് നമ്മളുടെ തോരത്തിനുള്ള വാഴയ്ക്കയും
ഏത്തങ്കായാണ് കേട്ടോ. ഏത്തങ്കായും മത്തനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് ചെറുതീരൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താണ് കേട്ടോ അതും വയ്ക്കുന്നത്. വെള്ളം നമ്മളുടെ ഈ തോരത്തിൽ നമ്മൾ ഒഴിക്കൂല, അല്ലാതെ നമ്മുടെ എണ്ണയിൽ തന്നെ നമ്മൾ ഈ തോരൻ വേവിച്ചാണ് എടുക്കണത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് നമ്മുടെ പച്ചടിക്കുള്ള വെള്ളരിക്ക വെന്ത്, അപ്പോൾ ഞാൻ പച്ചടിക്കുള്ള അരപ്പൊക്കെ എടുത്ത് എന്നിട്ട് ഞാൻ തൈരും കൂടെ ചേർത്താണ് കേട്ടോ നമ്മളുടെ പച്ചടിയുടെ അരപ്പ് അരച്ചെടുക്കണത്. വേറെ വെള്ളവും നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനതിനെ കൊണ്ട് നന്നായിട്ട് നല്ല മഷിയായിട്ട് അരച്ച് എടുത്ത് കൊണ്ടുവന്ന്, അപ്പോൾ പെട്ടെന്ന് ഇനി ഒരു പുളി ഇഞ്ചി വെക്കണമല്ലോ. അപ്പോൾ ഇഞ്ചിയൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മളുടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അവിടെ ഇരുന്ന് നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് ബ്രൗൺ നിറം ആവട്ടെ. അപ്പോൾ ആയി വന്നപ്പോൾ ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഈ പുളിയിഞ്ചിക്ക് ആവശ്യമായ എരിക്കുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ഇളക്കിയതിന് ശേഷം ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പുളിയിഞ്ചിയാണ് കേട്ടോ. ഒരുപാട് രീതിയിൽ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കാം, പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ചിരുന്നതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ നമ്മുടെ ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ നോക്കിയപ്പോൾ. ഇനി കുറച്ച് ഉപ്പും കൂടെ ഞാൻ നമ്മളുടെ ഇഞ്ചിയിലെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയുടെ ആ കുത്തലും ആ എരിയും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് 1 ടീസ്പൂൺ കണക്കിന് പഞ്ചസാരയും, 1 ടീസ്പൂൺ നിറച്ചില്ല, കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ നമ്മുടെ ഇഞ്ചിയുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് കായം തട്ടിക്കൊടുക്കും. അപ്പോൾ നമ്മളുടെ പുളിയിഞ്ചി റെഡിയാവും. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ ഇനി ഇച്ചിരി കായത്തിൻ്റെ കുറവും കൂടെ ഉള്ളു, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. എന്നിട്ട് ഞാനൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കും. അപ്പോൾ സാമ്പാറിന് ഞാൻ രാവിലെ എല്ലാം ഞാൻ വേവിച്ച് ഞാൻ അടുപ്പിൽ കുക്കറിനകത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ സാമ്പാറിന് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മൂത്ത മോനും സുഖി ഓടാൻ വേണ്ടി മൂത്ത മോനും പോയി. അപ്പോൾ ഇളയവൻ തേങ്ങയൊക്കെ തിരി തന്നിട്ട് വരാന്തയൊക്കെ ഒന്ന് തൂത്തൊക്കെ വൃത്തിയാക്കിയാണ് കേട്ടോ. മോൻ നല്ലൊരു സഹായമാണ് കേട്ടോ എനിക്ക്. വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവൻ എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ മോൻ അവിടെ വരാന്തയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എല്ലാം ഒതുക്കി ഒക്കെ തന്നെനിക്ക് അന്ന്. പക്ഷേ ഞാൻ ആ നേരം കൊണ്ട് നമ്മുടെ പരിപ്പ് പായസത്തിന് ആവശ്യമായ ചൗവരിയും ശർക്കരയൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്നൊന്ന് ഉരുകി കിട്ടട്ടെ അവിടെ ഇരുന്ന്. അപ്പോൾ മോൻ്റെ കയ്യിൽ സേമിയ ഒന്ന് പൊടിച്ച് തരാൻ വേണ്ടി പറഞ്ഞ് ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ മോനൊന്ന് സേമിയൊക്കെ എനിക്ക് അവിടെ ഇരുന്ന് പൊടിച്ച് തന്നു. അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തായി? നിങ്ങളുടെ വീട്ടിലൊക്കെ ജോലിയൊക്കെ ആയാ നേരത്തെ? നിങ്ങൾക്ക് ഇന്ന് എത്ര തരം പായസമാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ വെക്കണത് ഇന്ന്? ഇത് പെട്ടെന്ന് ഞങ്ങൾ തട്ടിക്കൂട്ടണ ഒരു സദ്യയാണ് കേട്ടോ, കുഞ്ഞ് സദ്യയാണ്. കാരണം ഓണത്തിന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇച്ചിരി ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സദ്യയൊക്കെ ഉണ്ടാക്കി. പക്ഷേ കൂട്ടുകാരുടെ മുമ്പിൽ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്കെടുത്ത് ഇടാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല. അതിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം കുറച്ച് നന്നായിട്ട് നല്ല രീതിക്ക് ആക്റ്റീവായിട്ട് ഇപ്പം എനിക്ക് പറ്റുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇനി ഒരു കുറച്ച് നാൾ കൂടെ ഗുളിയൊക്കെ കഴിക്കണം, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാനും മോനോട് കാണിക്കണേ, എനിക്ക് പായസത്തിലിടാൻ വേണ്ടി കൊപ്ര വേണമായിരുന്നു. അപ്പോൾ കൊപ്ര നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചേർക്കാമല്ലെന്ന് വിചാരിച്ചിട്ട്. അതിന് ആ സമയം നമ്മുടെ അടുപ്പിൻ്റെ അവിടെ കുറച്ച് സൗകര്യം കുറവല്ല. ഇപ്പുറത്തെ സൈഡ് ഞാൻ നമ്മുടെ കറികളും കാര്യങ്ങളൊക്കെ ഒതുക്കിയൊക്കെ ഞാൻ വെച്ചിട്ട് മോനോട് ഞാൻ കുശലമൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഇരിക്കണേണ്. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. വിഷുവല്ലേ, അപ്പോൾ കൂട്ടുകാരുടെ മുമ്പിൽ കുഞ്ഞ് സദ്യയായിട്ട് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നാരങ്ങ അച്ചാറൊന്നും ഇല്ല നമ്മുടെ സദ്യയിൽ. നമ്മൾ ബീട്രൂട്ടിന് ഇപ്പോൾ ബീട്രൂട്ട് കിട്ടിയില്ല. അപ്പോൾ അങ്ങനത്തെ പോരായ്മയും ഉള്ളതൊക്കെ ഉണ്ട് കുറച്ച്, എന്നാലും കുഴപ്പമില്ല. ഒരു 3-4 കറി വെച്ചുള്ള ഒരു കുഞ്ഞ് സദ്യ. കൂട്ടർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ കൂട്ടരൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഒന്ന്
നിങ്ങളൊക്കെ ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്താലല്ലേ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോയും കാര്യങ്ങളായിട്ടൊക്കെ കൂട്ടുകാരുടെ മുമ്പിലോട്ട് വരാൻ പറ്റുള്ളൂ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ ഓരോ വിജയവും. എന്നെപ്പോലെ കുറേ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, കുക്കിംഗ് വീഡിയോ ഒക്കെ. അവരെല്ലാം ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളൊക്കെ ഒരു സാധാരണ ഒരു വീട്ടമ്മമാരാണ്. അപ്പം ഞാനും ഒരു സാധാ വീട്ടമ്മയാണ്. അപ്പം എനിക്ക് എൻ്റെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുമ്പം നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. നമ്മളുടെ വീട്ടിലെ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഞങ്ങളെ നിങ്ങൾ ഓരോരുത്തരും വീഡിയോകൾ കണ്ട് ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു. പായസത്തിൻ്റെ ചെറിയ പരിപ്പ് എടുക്കണം. ചോറും സാമ്പാറും തോരനൊക്കെ ആയല്ലേ, അവിയലൊക്കെ ആയല്ലേ. അപ്പം മോൻ വന്ന് എല്ലായിടും ഒന്നൊക്കെ നോക്കിയിട്ടൊക്കെ അങ്ങ് പോയിട്ട് എല്ലാം റെഡി ആയെന്നൊക്കെ വന്ന് തിരക്കുകയാണ് അവൻ വന്നിട്ട്. കാരണം 11 മണിയൊക്കെ ആവാറായപ്പോഴല്ലേ തുടങ്ങിയത് ജോലി. അപ്പോൾ മോൻ പെട്ടെന്നൊന്ന് എല്ലാം ഒന്ന് നോക്കി എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണതാണ്. ഇനി അവിടെ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. അപ്പോൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പുറത്തോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പായസത്തിനുള്ള തേങ്ങ ഞാനൊന്ന് മിക്സിയിൽ അരച്ച് എടുത്ത്, അപ്പോൾ നമ്മളുടെ സേമിയ പായസം ഇപ്പുറത്ത് ഇരുന്ന് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തെ ചെറിയ ഗ്യാസിൻ്റെ ഇതിലോട്ടെടുത്ത് വെച്ച്, ഇത് വലിയ ഇതിലേക്ക് ശർക്കര നമ്മുടെ ഒരു പാത്രം വെച്ച് ഒഴിച്ചിട്ട് നമ്മുടെ ചെറുപരിപ്പ് വേവിച്ചത് ഞാൻ നമ്മുടെ ശർക്കരയിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ചവരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ മധുരമൊക്കെ നമ്മളുടെ ഈ പരിപ്പിലൊക്കെ ആയി വന്ന്, അപ്പോൾ ഞാൻ നമ്മുടെ ചുക്കും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുത്ത് 2 പാലൊക്കെ ഞാൻ ഒഴിച്ചായിരുന്നു കേട്ടോ നേരത്തെ. അപ്പം അവസാനം നമ്മുടെ പായസം റെഡിയായപ്പോൾ ഞാൻ 1 പാൽ ഒഴിച്ച് നമ്മൾ കടുക് വറുത്തല്ലല്ലേ കൂട്ടുകാർ, നമ്മൾ തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച് അങ്ങനെ നമ്മുടെ ചെറുപരിപ്പ് പായസവും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജോലികളൊക്കെ തീർന്നു. അപ്പം ഈ പായസം ഇരിക്കുന്ന സമയം ആവുന്ന നേരം കൊണ്ട് ഞാൻ എല്ലാം ഒതുക്കി വൃത്തിയാക്കി നീറ്റൊക്കെ ചെയ്തിട്ട് കുളിക്കാനൊക്കെ ഞങ്ങൾ പോയി. ഞാനും മോനും കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ 1:30 മണിയായി. അപ്പോൾ 11 മണിക്ക് ഞങ്ങൾ ജോലിക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. 1:30 ഇപ്പോൾ ഞങ്ങളുടെ ജോലികളൊക്കെ തീർന്നു. അപ്പോൾ ഞങ്ങൾ കുളിച്ച് സുന്ദരി കുട്ടപ്പന്മാരായിട്ട് വന്ന് ഞാനും എൻ്റെ മോനും കൂടെ ഇരുന്ന് ആസ്വദിച്ച് സദ്യയൊക്കെ കഴിച്ച് കൂട്ടുകാരെ. ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞങ്ങൾ ചെയ്തു കേട്ടോ. അപ്പോൾ മോൻ കഴിച്ചിരിക്കാൻ വേണ്ടി തുടങ്ങണം. അപ്പോൾ എന്നെ വിളിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞു നീ കഴിക്കുക എന്ന് പറഞ്ഞ് ഞാൻ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ മോന് പപ്പടവും സാമ്പാറും പരിപ്പില്ലേന്ന് എൻ്റെ ഒരു ചോദിച്ചു. അപ്പോൾ ഞാൻ പരിപ്പൊന്നും വെച്ചില്ല. അപ്പോൾ മോനൊന്ന് ആസ്വദിച്ച് നന്നായിട്ട് കഴിച്ചു. എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഹാപ്പി വിഷു.